പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രാഗി കൊണ്ടുള്ളൊരു അടയാണ്. ഈ അട നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായി 3 കട്ട ശർക്കര 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മെൽറ്റ് ചെയ്ത ശർക്കര ഒരു പാനിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നല്ല ശർക്കര തന്നെയാണ് കേട്ടോ. എന്നാലും അരിച്ചൊഴിക്കുമ്പോൾ വല്ല മണ്ണോ പൊടിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കുന്നതാണല്ലോ നല്ലത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ശർക്കരപ്പാനിയും തേങ്ങയും കൂടി നല്ലതുപോലെ വറ്റി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ, പഴമൊന്നും. കാരണം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോൾ കുറേശ്ശെ മഴയൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങയും ശർക്കരയും കൂടി ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. രാഗിപ്പൊടി കുഴച്ചെടുക്കാനായി 3 കപ്പ് വെള്ളം ഒരു പാനിൽ ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൊടി ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോവാൻ വേണ്ടി ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കാം. പൊടിയുടെ ചൂട് പോയതിന് ശേഷം നല്ല സോഫ്റ്റായി ഇത് കുഴച്ചെടുക്കാം. നിങ്ങളടുത്തൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ മോനും മരുമകളും 2 ചെറിയ കുട്ടികളും മറ്റന്നാൾ വരുന്നുണ്ട്, ഞായറാഴ്ച കാലത്ത്. അതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങൾ. കാരണം 1 വർഷം കഴിഞ്ഞ് ഒരു പോയിട്ട് ചെറിയ മോളെ പ്രസവിച്ച ഉടനെ വന്നു പോയതാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. മാവ് കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകളെടുത്ത് ഇലയിലൊന്ന് വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം ഇതിലൊന്ന് പരത്തിയെടുക്കാം. എല്ലാവരും പല രൂപത്തിലാണല്ലോ അട ഉണ്ടാക്കാറ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാനിതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പുഴുങ്ങിയെടുക്കല്ല, ഒരു പാനിൽ വെച്ച് ഇത് ചുട്ടെടുക്കുകയാണ്. ഈ ഉരുള പരത്തിയെടുക്കുന്ന സമയത്ത് നൈസായി പരത്തിയെടുക്കണം കേട്ടോ. കട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ നടുവിലായി നമ്മൾ മാറ്റി വെച്ച തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ ചുട്ടെടുക്കാനുള്ള പാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പരത്തിയെടുത്ത അട ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം കൈ വെച്ചൊന്ന് ഈ നടു ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് പരന്ന് കിട്ടാനാണ് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്താൽ വേഗം കുക്കായി കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചിടുന്നത്. വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചതാണ്. 2 പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും നമുക്ക് ഈ ഇല മാറ്റി കൊടുക്കാം. ഇലയിൽ നിന്നും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന അടനേക്കാളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചുട്ടെടുക്കുന്ന അട. പിന്നെ ഇത് രാഗിപ്പൊടിയും കൂടിയാണല്ലോ, അപ്പോൾ നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി രാഗി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.